യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കാം, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. പ്രൈസ് ദി ലോർഡ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്നൊക്കെ നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ആകാശത്തെ സ്തോത്രം, ഹല്ലേലൂയ. പ്രകൃതിയിൽ നിന്ന് ഞാനും നിങ്ങളും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തെ ആദ്യത്തെ വാക്യം എന്താണ്? മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ എന്ത് ചെയ്യും? യേശു തമ്പുരാനെ ആദ്യം കണ്ടത് ആരായിരുന്നു? ഒന്ന് പറയാമോ? ആദ്യം കണ്ടത് ആരായിരുന്നു? യേശു ജനിച്ച് യേശുവിനെ കൊണ്ട് കിടത്തിയത് എവിടായിരുന്നു? പശുത്തൊട്ടിയിൽ അല്ലേ? പുൽക്കുടിലിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യം യേശു തമ്പുരാനെ കണ്ടത് ആരായിരുന്നു? പശുക്കളായിരുന്നു, മൃഗങ്ങളായിരുന്നു ആദ്യം യേശു തമ്പുരാനെ കണ്ടത്. രണ്ടാമത് യേശുവിനെ കണ്ടത് ആരായിരുന്നു? ഇടയന്മാരായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് സ്വർഗീയ മാലാഖമാർ പാടിയപ്പോൾ ഇടയന്മാരോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. യഹൂദ്യയിലെ ബേത്ലഹേമിൽ നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. സകല ജനത്തിൽ ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യഹൂദ്യയിലെ ബേത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. മൂന്നാമതായി യേശുവിനെ കണ്ടത് ആരായിരുന്നു? നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വിദ്വാൻമാർ, ജ്യോതിശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ പ്രകൃതിക്ക് നമ്മോട് ഒരുപാട് കഥ പറയാനുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ എന്ത് ചെയ്യും? ഉപദേശിക്കും. പ്രൈസ് ദി ലോർഡ്. കാള തന്റെ ഉടിയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. കുക്കും മീവൽപക്ഷിയും അതിന്റെ മടങ്ങി വരവിന്റെ കാലം അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. കാള തന്നെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. മൃഗങ്ങൾക്കൊത്തിരി കഥ നമ്മോട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, യേശു തമ്പുരാനെ വഹിച്ചുകൊണ്ട് പോയത് ആരായിരുന്നു? ഓശാന പെരുന്നാളിൽ യേശുവിനെ കൊണ്ടുപോയത് കഴുതയുടെ മേലും കഴുതക്കുട്ടിയുടെ മേലും വാഹനമേറി കഴുതപ്പുറത്ത് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ ആമീൻ ഹല്ലേലൂയ അവഗണിക്കുന്ന കഴുതക്കുട്ടിയുടെ മേലാണ് യേശു എന്ത് ചെയ്തത്? വാഹനമേറിയത്. പ്രൈസ് ദി ലോർഡ്. യേശു രാജാവായി ആമീൻ കുതിരപ്പുറത്തൂടല്ല യാത്ര ചെയ്തത്. പിന്നെ എവിടെയാ? കഴുതപ്പുറത്തൂടാണ് യാത്ര ചെയ്തത്. ശൈത്തിൻ കൊമ്പുകൾ ഏന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു, ഭൂസ്വർഗങ്ങളിൽ ഊശാന, ദാവീദാത്മജൻ ഊശാന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നിന്നിൽ വാഹനമേറിയാൽ നിന്റെ സ്ഥിതി മാറും. യേശു തന്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെടുവീൻ. ഗ്രാമം നിങ്ങൾക്കെതിരായിരിക്കാം,
ഗ്രാമത്തലവൻ നിങ്ങൾക്കെതിരായിരിക്കാം, പക്ഷെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ? നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവത്തിന്റെ പൈതലെ, നിനക്ക് നേരെ ശത്രു ഒരുക്കിയിരിക്കുന്ന മതിലുകളെ ചാടിക്കിടക്കുവാൻ ഒരു പുതിയ അഭിഷേകം നിന്റെ കാലുകൾക്ക് നിന്റെ മേൽ ദൈവം പകരാൻ പോകുകയാ. അല്ലെങ്കിൽ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞെടുക്കാനുള്ള പുതിയൊരു അഭിഷേകം ദൈവം ഇന്ന് പകൽ ദൈവം നിനക്ക് തരാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ ധൈര്യമുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോകുകയാ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ? ഹല്ലേലൂയ. സൻബല്ലത്ത് എതിർക്കട്ടെ, തോബിയാവ് എതിർക്കട്ടെ, അവൻ നെഹമ്യാവ് പറയുന്നൊരു വാക്കുണ്ട്, അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയോ, കാരണം തൃക്കരം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു. നിന്നിത പാത്രരായി മേവാ. ചേർന്ന് പാടാം. നമ്മെ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയും അവിടെ കെട്ടപ്പെട്ട ചിലതിനെ അഴിക്കാൻ ദൈവം നിനക്ക് അധികാരം തരാൻ പോകുകയാണ്. ബന്ധിക്കപ്പെട്ട ചിലതിനെ അഴിക്കാൻ യേശു നിനക്ക് അധികാരം തരാൻ പോകുകയാണ്. ഈ ഗ്രാമത്തിൽ ബന്ധിക്കപ്പെട്ട ചിലതിനെ അഴിക്കാൻ ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് ദൈവം അധികാരം നൽകാൻ പോകുകയാണ്. പാപത്താൽ ബന്ധിക്കപ്പെട്ട് ആമേൻ പൈശാചിക ബന്ധനങ്ങളാൽ കുടുങ്ങി കിടക്കുന്ന ചിലതിനെ അഴിക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. പുറപ്പെടുക, പുറപ്പെടുക. യേശുവിന്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് വിശ്വാസത്താൽ പുറപ്പെടുക. ദൈവം വൻ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടെ ആത്മാവിനാൽ സംഭവിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ വാഹനമേറുവാൻ അവർ കഴുതയെ അടിച്ചുകൊണ്ട് വന്നു. യേശു അതിന്മേൽ വാഹനമേറി. ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേൽ വാഹനമേറുവാൻ എന്റെ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ ശബ്ദത്തിലൂടെ അവൻ വാഹനമേറാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിന്റെ ആരോഗ്യത്തിലൂടെ, ഹല്ലേലൂയ, നിന്റെ കഴിവിലൂടെ, നിന്റെ പണത്തിലൂടെ, ആമേൻ, ദൈവം നിനക്ക് തന്ന ദാനങ്ങളിലൂടെ അവൻ വാഹനമേറുവാൻ, ഹല്ലേലൂയ, അവൻ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുമോ? യേശുവേ, അവിടുന്ന് എന്റെ ഉള്ളിലേക്ക് വരണമേ. യേശുവേ, അവിടുന്ന് എന്റെ ജീവിതത്തിൽ വാഹനമേറണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളിൽ വാഹനമേറുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശു നിന്നിൽ വാഹനമേറിയാൽ നിന്റെ സ്ഥിതി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാ. ദൈവം ഈ കൂട്ടായ്മയുടെ അതിരുകളെ മാറ്റി മറിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഒരു വലിയ കൂട്ടമായി ദേശത്തിന്റെ നടുവിൽ ദൈവമേ കൂട്ടത്തെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ദൈവം നിങ്ങളെ പടക്കുതിരകളെ പോലെ ആമേൻ എഴുന്നേൽപ്പിക്കുന്ന പകലുകൾ രാത്രികൾ വെളിപ്പെട്ടു വരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുവാൻ, ഹല്ലേലൂയ, നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ സ്ഥിതി മാറ്റുവാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. നിന്റെ വീട്ടിൽ നിന്നും ആനന്ദങ്ങൾ മാറാൻ പോകുകയാണ്. ആനന്ദ
നൃത്തം ചവിട്ടുന്ന ഹല്ലേലൂയ സന്തോഷം ഹല്ലേലൂയ ജനിപ്പിക്കുന്ന വലിയ അനുഭവത്തിന്റെ കൂടാരത്തിനകത്ത് ഉണ്ടാകാൻ പോകുക. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചെന്ന് വായിക്കുന്നത് പോലെ അത്യന്തം സന്തോഷത്താൽ നിന്റെ കൂടാരത്തെ എന്റെ ദൈവ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു വാഹനമേറിയപ്പോൾ ആ കഴുതയുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. യേശു നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ഇതുവരെ കാണാത്ത, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിന്റെ തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിന്റെ കുടുംബം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ശുശ്രൂഷയിൽ അനുഭവിക്കാത്ത വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കഴുതയോട് ചോദിച്ചാൽ അതിനൊത്തിരി കഥ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ദൈവത്തിന്റെ ദാസൻ കഴുതയുടെ പച്ച താടിയെല്ല് കൊണ്ട് എന്തോ ചെയ്തു? കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ ആയിരങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആ ദൈവത്തിന്റെ ദാസനെ കരങ്ങളിൽ എടുത്തത് വെറും കഴുതയുടെ പച്ച താടിയല്ലായിരുന്നു. പ്രിയപ്പെട്ടവര്, ദൈവത്തിന് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. ദൈവത്തിന് അതിശയങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ശിംശോൻ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു സിംഹം അവനെ കൊന്നുകളയാൻ വേണ്ടി എന്ത് ചെയ്തു? ചാടി വീണു. പ്രൈസ് ദി ലോർഡ്. സാധാരണ ആ കാട്ടിലല്ലേ സിംഹം ഇരിക്കുന്നത്, പക്ഷെ ഇത് എവിടെ ഇരിക്കുന്നത്? മുന്തിരിത്തോപ്പിൽ സിംഹം ഇരിക്കുക. ഓ, മുന്തിരിത്തോട്ടത്തിലെ സിംഹം. സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിലും എന്തുണ്ട്? ആക്രമിക്കുന്ന അപകടത്തിൽ നമ്മളെ ആക്കുന്ന സിംഹങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഈ സിംഹത്തെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടരുത്. ഈ സിംഹത്തെ കണ്ടുകൊണ്ട് നീ പേടിക്കരുത്. ആമേൻ. സിംഹം ഹല്ലേലൂയ അവന്റെ മീതെ ചാടി വീണപ്പോൾ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ശിംശോന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ഒരാട്ടിൻകുട്ടിയെ വലിച്ചു കീറിക്കളയുന്നത് പോലെ ഈ സിംഹത്തെ അവൻ വലിച്ചു കീറിക്കളഞ്ഞു. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ ഒരമാനുഷികമായ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. നിന്നെയും നിന്റെ ശുശ്രൂഷയും തകർക്കാൻ വരുന്ന ഇരുട്ടിന്റെ ശക്തികളെ, പൈശാച ശക്തികളെ വലിച്ചു കീറിക്കളയാനുള്ള ഒരഭിഷേകം ദൈവം നിനക്ക് നൽകാൻ പോകുക. അലറി അടുക്കുന്ന സിംഹത്തിന്റെ ഉടലിൽ അനുഗ്രഹത്തിന്റെ തേനൊരുക്കുന്ന എന്റെ ദൈവം ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ശിംശോൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ സിംഹത്തിന്റെ ഉടലിൽ തേനീച്ച കൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ്. തേനീച്ചയുടെ കാമ്യകല്ലിൽ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ തേൻ അവൻ അതിൽ നിന്ന് അനുഭവിച്ചു. ഇന്ന് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നതിനകത്ത് ദൈവം ഒരു അനുഗ്രഹത്തിന്റെ തേൻ കൂട്ടം അവൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് നീ വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുക. വിലാപങ്ങളെ വ്യർത്ഥമാക്കുന്നവൻ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ അണിയിക്കുന്ന ദൈവം, മാറയെ മധുരമാക്കുന്നവൻ വ്യാമിരട്ടടിച്ച് സന്തോഷ വസ്ത്രം ഉടിപ്പിക്കുന്ന എന്റെ ദൈവം, നിന്റെ രോഗക്കിടക്ക മാറ്റി വിരിക്കുന്ന എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. ദാവീദിനോട് ശൗൽ ചോദിച്ചു, നിനക്ക് വല്ലോ, നീ ബാലനല്ലേ, നിനക്ക് യുദ്ധാഭ്യാസമൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ദാവീദ് പറയുകയാണ്, ഞാൻ അപ്പച്ചന്റെ ആടുകളെ മേയിച്ചോണ്ട് നടന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ട്. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ ഒരു കരടി വന്ന് പിടിച്ചു. ഞാൻ ആത്മാവിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ശക്തിയാൽ കരടിയെ വലിച്ചു കീറിക്കളഞ്ഞു. അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു.
രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം കേട്ടോളൂ. ഒരു സിംഹം വന്നെന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചു. ആ സിംഹത്തെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവാത്മാവിന്റെ ദൈവശക്തിയാൽ വലിച്ചു കീറിക്കളഞ്ഞു. ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. ഇന്നലെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം ഇന്ന് മല്ലനായ ഗോല്യാത്തിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിപ്പാൻ മതിയായവനാണ്. അവൻ അവന്റെ അനുഭവ സാക്ഷ്യം ഉറക്കെ പറഞ്ഞു. അവൻ അത്യുച്ചത്തിൽ ആമീൻ ഹല്ലേലൂയ. എല്ലാവരും കേൾക്ക. കൊട്ടാരത്തിലെ ശൗൽ മാത്രമല്ല, എല്ലാവരും കേൾക്ക ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവം നൽകിയ വിടുതലുകൾ, ഇന്നലകളിൽ ദൈവം നൽകിയ ആമീൻ വഴികൾ, ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികൾ നീ ഉറക്കെ പറയുന്നെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന ആ വലിയ പ്രതിസന്ധി ഹല്ലേലൂയ നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ തോറ്റോടാൻ പോകുക. നിന്നെ വെല്ലുവിളിച്ച നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി വെല്ലുവിളിച്ചുകൊണ്ട് നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്നോ, നിന്റെ കുടുംബത്തെ മുൻപോട്ട് വിടത്തില്ലെന്നോ, നിന്റെ തലമുറകളെ ഉയർത്തത്തില്ലെന്നും പറഞ്ഞ് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ കയ്യിലിരിക്കുന്ന 5 കല്ല് മതി, എന്റെ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ ഈ ഗോല്യാത്തിനെ നേരിടുമെന്ന് പറഞ്ഞ ദാവീദേ, നിന്റെ കയ്യിലിരിക്കുന്ന ഒറ്റ കല്ല് കൊണ്ട് തന്നെ ആമീൻ ശത്രു നിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരുതൽ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഒരു ദിവസം 15-20 പരസ്യവും നടത്തിയത് ഞാൻ ഓർത്തു പോവുകയാണ്. വിശപ്പ് തോന്നത്തില്ല, രാവിലെ ഒന്നും കഴിച്ച് കാണത്തില്ല, ഉച്ചയ്ക്കും കഴിച്ച് കാണത്തില്ല. നമ്മുടെ ആഹാരം വചനം പ്രഘോഷിക്കുക. ഇങ്ങനെ വഴിയോരങ്ങളിലെല്ലാം നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചത് ഓർത്തു പോവുകയാണ്. ഒരിക്കലൊരു RSS നേതാവ് വന്ന് കൊങ്ങായിക്ക് വന്ന് പിടിച്ചു. അത് 1995 അദ്ദേഹം ഇന്ന് കുടുംബസമേതം ദൈവവിധനായി മാറി. ഇത്രയും അത്ഭുതമാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഓർത്ത സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യേശുവിന് വേണ്ടി നീ വിശുദ്ധ ബൈബിളും എടുത്തുകൊണ്ട് അവന്റെ സാക്ഷിയായാൽ അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു മുട്ടും വരാൻ സമ്മതിക്കത്തില്ല. നിന്നെ പടിപടിയായി ഉയർത്തുന്ന ദൈവമെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആശുപത്രികളിൽ വിശക്കുന്ന രോഗികൾക്ക് ആഹാരം കൊടുക്കാനും ബലഹീനരായി ഞങ്ങളെ ദൈവം ശക്തിപ്പെടുത്തുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല, എല്ലാം നൂലെ കെട്ടി ഇറക്കി തരുന്ന ദൈവത്തിന്റെ ശക്തിയായി വിശ്വാസത്താൽ ചുവടുകൾ മുമ്പോട്ട് വെക്കുന്നു. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ പഠിപ്പിക്കും. ആരാമ്യ ഭാഷയിലിത ബിലയാമിന്റെ കഴുത സംസാരിക്കുകയാണ്. ബിലയാം ദൈവവഴി വിട്ടു പോയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ബിലയാമിനെതിരെ നിൽക്കുന്ന കാഴ്ച ആര് കണ്ടു? ബിലയാമിന്റെ കഴുതയുടെ കണ്ണുകളെ ദൈവം തുറന്നു, അത് കണ്ടു. അപ്പോൾ ബിലയാം കഴുതയെ ആഞ്ഞടിച്ചു. കഴുതയുടെ പോലും പ്രാണസങ്കടം കാണുന്ന എന്റെ ദൈവം, കഴുതയുടെ പോലും പ്രാണസങ്കടം കാണുന്ന എന്റെ കർത്താവ് ഇതാ കഴുതയുടെ വായ ഒന്ന് തൊട്ടു. കഴുതയുടെ വാ തുറന്നു. കഴുത ആരാമ്യ ഭാഷയിൽ ബിലയാമിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാണസങ്കടം കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഹൃദയവേദന കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ കരച്ചിൽ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഞരക്കം കാണുന്നൊരു കർത്താവുണ്ട്. നിന്റെ പ്രാർത്ഥന ശബ്ദം സ്വർഗത്തിന്റെ ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹിസ്കിയാവിന് ആയുസ്സ് നീട്ടിക്കൊടുത്തതുപോലെ, അവന്റെ രോഗത്തെ സൗഖ്യമാക്കിയതുപോലെ
അവിടുത്തെ വിടുതലിന്റെ കരം നീക്കെ ആമേൻ നിന്റെ കാതുകളിൽ കേൾക്കാൻ പോവുകയാണ്. കഴുതയുടെ വാ തുറന്നു കഴുതി ആരാമ്യ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ വായെ ദൈവം തൊട്ടാൽ, നിന്റെ അവയവങ്ങളിൽ ദൈവം തൊട്ടാൽ അതൊരു വിടുതലാണ്. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിടുതലിന്റെ ശരീരത്തിലേക്ക് പകരാൻ യേശു ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗത്തെ അവൻ അടിച്ചു മാറ്റുന്ന ദൈവമാണ്. നിന്റെ രോഗബന്ധനങ്ങളെ ഇപ്പോൾ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അവൻ എടുത്ത് ദൂരക്കളയാൻ പോകുക. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവർക്ക് സൗഖ്യം വെളിപ്പെട്ടു വരാൻ പോകുക. അവരുടെ ശരീരത്തിലേക്ക് ജീവനായ ക്രിസ്തുവിന്റെ സൗഖ്യം വ്യാപരിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരോ എന്തോ ചെറു കുറുക്കന്മാരെ പിടിച്ച് കെട്ടിക്കോളും. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ എന്തോ ദൈവത്തിന്റെ സഭയാ. ആ സഭ നശിപ്പിക്കുന്ന മുന്തിരിത്തോട്ടം നശിപ്പിച്ച ചെറു കുറുക്കന്മാരെ എത്ര കുറുക്കനെ പിടിച്ച് കെട്ടി? എത്ര? 300 പേരെ പിടിച്ചു കെട്ടിക്കൊണ്ടെന്ന് ദൈവദാസൻ പറയുന്നു. ഒരെണ്ണത്തിനെ പിടിച്ചു കെട്ടണ എന്തോ ഒരു പാടാ, ഒരു കുറുക്കനെ പിടിക്കണമെങ്കിൽ. അപ്പൊ 300 എണ്ണത്തിനെ പിടിച്ച് കെട്ടി വാലോട് ചേർത്ത് അതിന് നടുക്ക് പന്തം കൊളുത്തി എങ്ങോട്ട് വിട്ടു? എങ്ങോട്ടാ വിട്ടത്? ഫിലിസ്തീന്റെ ഫിലിസ്തീന്റെ വയലുകളിലേക്ക് വിട്ടു. ശത്രുവിന്റെ വയലിലേക്ക് അതിനെ വിട്ടു. അത് മുഴുവൻ വയല് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിനക്കെതിരെ ആമീൻ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ പാളയങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുവാൻ എന്റെ ദൈവം ചില പ്രോഗ്രാമുകൾ ഒരുക്കാൻ പോകുക. ഹെരോദോസേ, നീ ഹല്ലേലൂയ യേശുവിനെതിരെ ആമീൻ വിശുദ്ധ കന്യാ മറിയത്തിനെതിരെ ആമീൻ യോസഫ് പിതാവിനെതിരെ അല്ലെങ്കിൽ വിദ്വാൻമാർക്കെതിരെ ഗൂഢതന്ത്രങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ വിദ്വാൻമാർ യേശുവിനെ വീണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാധനക്കിടയിൽ ആമീൻ ഹല്ലേലൂയ ശത്രു കെട്ടിയ കടുങ്കെട്ട്, ശത്രു ഒരുക്കിയ കൂട്ടക്കുരുതി ഹല്ലേലൂയ തകർന്ന് തരിപ്പണമായി തീരുവാനിടയായി തീർന്നു. നീ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ മതി. മറു സൈഡിൽ നിനക്കെതിരെ പറവോരും കൂട്ടരും ഒരുക്കുന്ന എല്ലാ അല്ലെങ്കിൽ ആയുധങ്ങളെയും ഗൂഢാലോചനകളെയും തകർക്കാൻ എന്റെ ദൈവം ശക്തനായി നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ഉറക്കം പറ. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. എന്ത് കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയോ? ഞാൻ ആ ഭാഗമൊന്നും പോകുന്നില്ല. പിന്നെ ബാക്കി പ്രസംഗിക്കാൻ പിന്നെ എന്നെ കിട്ടത്തുമില്ല, സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ബാക്കിയോട് പറഞ്ഞേക്കാം. മൃഗങ്ങളോട് ചോദിക്കുക, അത് നിന്നെ ഉപദേശിക്കും. അടുത്തതെന്തുവാ? ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരുമെന്ന്. പക്ഷികൾക്ക് ഒത്തിരി കഥ പറയാനുണ്ടെന്ന് നമ്മളോട്. ഇതെല്ലാം കഥകൾ പക്ഷി പറയും. ചില പക്ഷി ചലയ്ക്കുമ്പോൾ ചില ആളുകൾ പറയും എന്തോ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാടൻ ഭാഷ. ചില കാക്ക വന്ന് വലിയ നമ്മുടെ പ്ലാവേലൊക്കെ കൂട് കിട്ടുമ്പോൾ പറയും, അല്ലെങ്കിൽ ഉയരമുള്ള അപ്പോൾ പറയും 2 നില പണിയാനുള്ള ചില പക്ഷികളുടെ സ്ഥലത്ത് ഇന്ന് വിരുദ്ധക്കാര്. അതൊക്കെ നമ്മുടെ നാടൻ ഭാഷയാ, ബൈബിളിന്റെ കാര്യമൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷികൾക്ക് ഒത്തിരി കഥ പറയാറുണ്ട്. പെട്ടകത്തിലേക്ക് ഒരു പ്രാവ് എന്ത് ചെയ്തു? മടങ്ങി വന്നു. അതെന്തുകൊണ്ടാ വന്നത്? പച്ച ഒലിവലയുമായിട്ടാ. പച്ച ഒലിവലയുമായിട്ടാ. ആ പ്രാവിന്റെ കാലിന്റെ താഴെ എന്തുണ്ട്? ഒരു ചുമല കാണും. പഴയ ആളുകൾ എന്നാ പറയുന്നത്? അത് വെള്ളം അത്രേ ഉള്ളൂ എന്നുള്ളതിന്റെ സൂചനയാണെന്ന. ദൈവത്തിന്റെ പൈതലിനെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ആമീൻ പെട്ടകത്തിലേക്ക് പച്ച ഒലിവലയും മറുപടിയുടെ പച്ച ഒലിവലയുമായി പ്രാവ് നിന്റെ അടുത്തേക്ക് പറന്നു വരാൻ പോവാ. ഓ സ്തോത്രം, സ്തോത്രം. ഏലിയാവേ, നീ കെരീത്തിൽ പോയി
ആമീൻ. പ്രാർത്ഥനയിൽ ഒളിച്ചിരുന്നാൽ മതി. ആമീൻ. കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്ത് ഇടപാടാ കാക്കയോട്? കാക്ക ആളുകളുടെ ആഹാരം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ്. ഇപ്പൊ ആ കാക്കയോട് കൽപ്പിച്ചിരിക്കുക ഏലിയാവിന് എന്തുകൊണ്ട് കൊടുക്കാൻ? അപ്പവും ഇറച്ചി ഏലിയാവിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി. എന്നൊക്കെ അപ്പവാ കൊടുത്ത്? എന്തൊക്കെ ടേസ്റ്റുള്ള ഇറച്ചിയാ? മാനിറച്ചിയാണോ, കാട്ടിറച്ചിയാണോ, കാട്ടുപോത്തിന്റെ ഇറച്ചിയാണോ? രാജകൊട്ടാരത്തിൽ ആ കാലത്ത് നിയമങ്ങളൊക്കെ വരുന്നതിന് നിയമം ഉണ്ടായിരുന്നു രാജാവിനല്ലേ. അപ്പോൾ ഇറച്ചിയുമായിട്ട് കാക്കകൾ ഇങ്ങനെ എന്ത് ചെയ്യുക? ക്യൂ പാലിച്ച് നിൽക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ അറിയാത്ത ചില വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. നീ അറിയാത്ത ചിലരോട് ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കാൻ പോകുക. കാക്കയോട് കൽപ്പിച്ച ദൈവം, നിയമങ്ങളോട് കൽപ്പിക്കുന്ന ദൈവം. ആമീൻ. ഹല്ലേലൂയ. വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്ന് കൽപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. രോഗത്തോട് കൽപ്പിക്കുന്ന ദൈവം, സമുദ്രത്തോട് കൽപ്പിക്കുന്ന ദൈവം. ആ തിരമാല അടങ്ങേ, ആമീൻ, കാറ്റ് ശാന്തമാകുക എന്ന് കൽപ്പിക്കുന്ന ദൈവം നിന്റെ ദൈവമാണ്. ആ ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചാൽ നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന തിരമാല അമരും. ദൈവം കൽപ്പിച്ചാൽ നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ശാന്തമാകും. വടക്കിനോട് തരിക എന്നും തെക്കിനോട് അവൻ തടഞ്ഞു വെക്കരുതെന്നും കൽപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ നന്മയെ തടയുന്ന ശക്തിയോട് ദൈവം കൽപ്പിക്കാൻ പോകുക. ആമീൻ. നിനക്ക് വേണ്ടി നന്മ തരാൻ, ആമീൻ, ഹല്ലേലൂയ, വടക്കിനോട് അവൻ കൽപ്പിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ കഴിയുന്ന ഇസ്രായേൽ മക്കൾ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ദൈവം കാടപ്പക്ഷി അയച്ചു കൊടുത്തു. 1000 കോഴിക്ക് അരക്കാടെന്നാ പറയുന്നത്. അപ്പം 2000 കോഴിയുടെ കഴിക്കുന്നതിന്റെ പവറാ ഒരു കാട. നിങ്ങൾ പിള്ളേർക്കൊക്കെ ഈ കാടയിറച്ചി മേടിച്ചു കൊടുക്കണം, നല്ലതാണ്. കാട മുട്ട കഴിക്കുന്നത് നല്ലതാണ്. സ്വോത്രം. ഈ കാട എവിടുന്നാ കിട്ടിയെന്നറിയാവോ? മരുഭൂമിയിലേക്ക് ദൈവം തന്റെ വചനം അയച്ചു. മരുഭൂമിയിൽ ചെന്ന് കടലിലേക്ക് ദൈവം തന്റെ വചനം അയച്ചു. സമുദ്രത്തിലെ വലിയ ജീവിയായ ലിവ്യാഥാന്റെ തല തകർത്തു. അത് ചെങ്കടലിന് പൊങ്ങി വന്നപ്പോൾ ആമീൻ, തൊക്കും ചുണ്ടും ചിറകുമുള്ള കാടപ്പക്ഷിയായി പറന്ന് വരികയാണ്. ഇസ്രായേലിന്റെ കൂടാരങ്ങൾക്കെതിരെ കൈനീട്ടി പിടിക്കത്തക്ക നിലയിൽ അത് പറന്നു വന്നിരുന്നു. ദൈവത്തിന്റെ പൈതലെ, നീ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം കാടകളെ നിനക്ക് വേണ്ടി അയക്കാൻ പോകുക. ഏറ്റവും ശ്രേഷ്ഠമായവ നിനക്ക് കരുതാൻ പോകുക. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളുടെ ഗുപ്ത നിധികളും ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്കു വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി കരുതുന്നവനാണ് എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷികളോട് ചോദിക്കാം, പക്ഷികൾക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിവരിച്ചു പോകുന്നതിന് അടുത്തത് എന്തുവാ? അതിനു മുമ്പ് വേറെ എന്തോ മത്സ്യത്തിന്റെ ഭൂമിയോട് സംസാരിക്കുക. എന്തുവാ? അത് നിന്നെ ഉപദേശിക്കും. നാഥാൻ ആബീരാമിന്റെ കൂട്ടത്തെ ഭൂമി വാവിളർന്ന് പിഴുകിക്കളഞ്ഞു. സ്വോത്രം, സ്വോത്രം. ഭൂമിയോട് ചോദിച്ചാൽ ഭൂമിക്ക് കഥ പറയാനുണ്ട്. അടുത്തോടെ പറഞ്ഞ് നിർത്തിയേക്കാം. മത്സ്യത്തോട് ചോദിക്കുക. മത്സ്യത്തിനും കാര്യങ്ങള്. ശിഷ്യന്മാർക്ക് പണം കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ലായിരുന്നു. അവരോട് തമ്പുരാൻ പറഞ്ഞു, ചൂണ്ടയും കൊണ്ടുപോയി ഒരു ചൂണ്ട ഇടാൻ പറഞ്ഞു. ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ എന്തോ ഉണ്ട്? ചതുരമ്മ പണം കരുതിയിട്ടുണ്ട്. വിശ്വാസത്തോടെ അവർ കൊണ്ട് ചൂണ്ടയിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം കൊത്തിയ മീൻ്റെ ചെകള പൊളിച്ച് നോക്കിയപ്പോൾ അതിന്റെ വായിൽ എന്തോ? അവർക്ക് വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ വൈദ്യുതിയിൽ നിനക്ക് വേണ്ടത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കി തരും. ഞാൻ മഞ്ചേരിയില്ല, മലപ്പുറത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മലപ്പുറത്ത് വഴിയോര പ്രസംഗം.
1993 കാര്യം ഈ പറയുന്നത്. ഞാനും ഉണ്ട്. ഇപ്പോൾ IPCയിലെ ജോൺസൺ എന്ന് പറയുന്നൊരു പാസ്റ്റർ. ഞങ്ങളിങ്ങനെ പരിശോധന നടത്തി ഇങ്ങനെ പ്രശ്നം. പോരുന്ന വഴിക്ക് എൻ്റെ കാലിലെ ചെരുപ്പ് ഒന്ന് പൊട്ടിപ്പോയി. ചെരുപ്പിൻ്റെ വള്ളിയും പൊട്ടി, ചെരുപ്പ് വലിച്ചെറിഞ്ഞു. ഇട്ടോണ്ട് പോകാനൊക്കത്തില്ല. അന്ന് ബന്ധ ഒറ്റ വണ്ടി പോകുന്നുമില്ല. ആ മലപ്പുറത്തെ ആ തെരുവിലൂടെ ഏത് കട തുറന്നിട്ടാ ചെരുപ്പ് മേടിക്കുന്നത്? ചെരുപ്പ് മേടിക്കാൻ ആ കാലത്ത് പൈസയും കയ്യിൽ ഇല്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ചെരുപ്പ് മേടിക്കാൻ ആ കാലത്ത് പൈസയും കയ്യിൽ ഇല്ല. അന്നേരവാ എൻ്റെ ദേവദാസനെ ഒരത്ഭുതം. കോഴിക്കോട്ടുള്ള ചെരുപ്പ് കമ്പനിക്കാർ കച്ചവടം നടക്കാതെ വരുക. എൻ്റെ കൂടെയുള്ള പാസ്റ്ററെ പരിചയമുണ്ട്. അവർ വണ്ടി നിർത്തി. നിങ്ങൾ എങ്ങോട്ടാണെന്ന്? ഞങ്ങൾ പറയും ഇങ്ങനെ അടുത്തോട്ട്. വണ്ടിയൊക്കെ കയറി ഞങ്ങൾ അങ്ങോട്ടാണെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് പറയും ചെരുപ്പ് കച്ചവടം നടക്കുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ജോഡി പുതിയ ചെരുപ്പ്. നൂലെ കെട്ടി ഇറക്കി തരുമോ? നൂലെ കെട്ടി ഇറക്കി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഒരിക്കൽ എൻ്റെ ഭാര്യ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ? ഞാൻ പറയും യഹോവ ഈര്. യഹോവ അന്ന് ഞാൻ ഈ ആശുപത്രി പ്രസംഗമുണ്ട്. ആശുപത്രി ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയല്ല. 96 കാര്യമാണ് പ്രസംഗമുണ്ട് ആശുപത്രി. അപ്പം ആശുപത്രി ഒരു മുറിയിൽ നിന്ന് പ്രസംഗിക്കുക, എല്ലാ റൂമിലിരിക്കുന്ന ഒരു പ്രസംഗം കേൾക്കാം. 10,000 പേര് പ്രസംഗിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു ഇന്നത്തെ കാര്യം. ഞാൻ പറയാം യഹോവ ഈരേ. ഞാൻ രാവിലെ പോയി യഹോവ ഈരേ എന്ന് പ്രസംഗിച്ചു. ദൈവം കരുതുന്നവനായ ദൈവത്തെ. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞൊരു യോഗമുണ്ട്. ആ യോഗത്തിന് പ്രസംഗിക്കാൻ തുടങ്ങും. എനിക്കറിയാം യോഗത്തിന് പോയാൽ നമ്മുടെ കയ്യിലെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് ഇട്ടേച്ച് നമ്മൾ പോരും, നമുക്കൊന്നും കിട്ടത്തില്ല. അത്രയും കൂട്ടായ്മയാണ്. അപ്പം ഒരു 11:30 യോഗം തുടങ്ങുന്നത്. ഒരു 3 മണിയാകും തീരുമ്പോൾ ഒരു ബണ്ണും കിട്ടും, ഒരു കട്ടൻ കാപ്പി കിട്ടും. ആയിക്കോട്ടെ. പ്രസംഗിക്കാനുള്ള ആവേശം കൊണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഒരുങ്ങടി പെട്ടെന്ന് നമുക്ക് ഇന്നാരുടെ വീട്ടിലെ യോഗത്തിന് പോകാം. യോഗത്തിന് പോയി അവിടെ നല്ലൊരു പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അന്ന് എനിക്ക് അഡ്രസ്സ് ഒന്നും ആയിട്ടില്ല. എനിക്കൊരു കടയിൽ അഡ്രസ്സ് വരുന്നു. അപ്പം ആ കടയിലെ അച്ഛൻ എനിക്ക് വരുമ്പോൾ കൂട്ടറെ വരുമ്പോൾ അന്നേരം കൈയടിച്ച് വിളിച്ചു. പാസ്റ്ററേ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഒരു കവർ തന്നു. കവറിനകത്ത് ഞാൻ കവർ പൊട്ടി നോക്കിയ ഒരു കത്ത്. അയച്ച ആളിൻ്റെ പേരുമില്ല, ഒന്നുമില്ല. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസനാണെന്ന് മനസ്സിലായി. നിങ്ങൾക്കൊരു 1000 രൂപ അയച്ചു തരണമെന്ന് ദൈവം തോന്നിച്ചു. അങ്ങനെ 1000 രൂപ. ഒരു ഹല്ലേലൂയ ഉറക്കം പറയാവോ? ഇങ്ങനെ നൂലെ കെട്ടി ഇറക്കി തന്ന 1,00,000 കാര്യം പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം കരുതുന്നവനായ ദൈവമാണ്. നമ്മുടെ ദൈവം കരുതുന്നവനായ ദൈവമാണ്. അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? മകനെ ദൈവം കരുതിക്കൊള്ളും. മകനെ ദൈവം കരുതിക്കൊള്ളും. ആമേൻ, ഹല്ലേലൂയ. കരുതുന്നവനാണ് നമ്മുടെ ദൈവം. കരുതുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. മോരിയ മലയുടെ മുകളിൽ ഇസ്ഹാക്കിനെ കയ്യും കാലും കെട്ടിക്കിടത്തുമ്പോൾ വാളെടുത്ത് മകനെ വെട്ടാൻ അബ്രഹാം വാളെടുത്തപ്പോൾ സ്വർഗത്തൊരു ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം തലമുക്കി നോക്കിയപ്പോ ഒരാട്ടിൻകുട്ടി കുരുങ്ങിക്കിടക്കുന്നു. ഒരാട്ടിൻകുട്ടി കുരുങ്ങിക്കിടക്കുന്നു. നിനക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങൾ ചിലടത്ത് കുരുങ്ങിക്കിടപ്പുണ്ട്. ദൈവമൈതലേ, അവൻ കരുതുന്നവനായ ദൈവമാണ്. അവൻ കരുതുന്നവനായ ദൈവമാണ്. അവൻ നിന്റെ ആവശ്യങ്ങളിൽ കരുതുന്നവനായ ദൈവമാണ്. അവൻ നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ കുഞ്ഞാട് എന്തിനാ സൂചിപ്പിക്കുന്നറിയാമോ? കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി, നമുക്ക് പകരം യാഗമായി തീർന്ന യേശുവിനെയാണ് ഈ കുഞ്ഞാട് സൂചിപ്പിക്കുന്നത്. ഇസഹാക്ക് മരിക്കേണ്ടതിന് പകരം ഈ കുഞ്ഞാട് മരിച്ചെങ്കിൽ, യാഗമായി തീർന്നെങ്കിൽ
ഞാനും നിങ്ങളും പാപികളായ നമ്മെ രക്ഷിപ്പാൻ യേശു കാൽവരി ക്രൂശിൽ നമുക്ക് പകരം യാഗമായി തീർന്നു. ലോകത്തിന്റെ മധ്യസ്ഥാനമായിരിക്കുന്ന പലസ്തീനിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിലായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാടുകളിൽ പച്ചപ്പൻ മരക്കുരിശിൽ യേശു ക്രൂശിതനായി. അവൻ മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ യേശുവിനെ വിട്ടുപോയ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ കടലിന്റെ എവിടെ വീശണം? വലതുവശത്ത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവാം. എവിടെ മീൻ വീശിയാൽ കിളയുണ്ടെന്ന് ഇവർക്കറിയാം. മീൻ കിളയുണ്ടല്ലോ. എങ്ങോട്ട് വീശിയാൽ മീൻ കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന മിടുക്കന്മാരെ രാത്രി മുഴുവൻ അധ്വാനിച്ചു. നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഊപ്പ പോലും കുട്ടനാടൻ ഭാഷയാണ്. കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് യേശു പറയുന്നത് വലത്തുഭാഗത്ത് വീശിക്കോളാൻ. അപ്പം അതിന് മുമ്പ് ഇവര് കിഴക്ക് വീശുമ്പോൾ മീനെല്ലാം കൂടെ ഓടും പടിഞ്ഞാറോട്ട്. പത്രോസ് യോഹന്നാൻ യാക്കോബ് വന്നിട്ടുണ്ട്, യേശു ഇല്ല വന്നേക്കോ വിട്ടോളാൻ പറയും. മീനെല്ലാം പടിഞ്ഞാറോട്ട് ഓടുക. പടിഞ്ഞാറ് വീശിയാണ് അങ്ങോട്ടേലും വീശുമ്പോഴത്തേക്ക് കേട്ടോ ദിവസനെ, പടിഞ്ഞാറ് വീശുമ്പോൾ മീനെല്ലാം തെക്കോട്ട് പോവാം. തെക്ക് വീശുമ്പോൾ മീനെല്ലാം വടക്കോട്ട് പോവാം. അമ്മമാരെ ഇട്ട് വട്ടം കറക്കി മീൻ മേളിൽ നിന്ന് ദൈവം പറയാതെ മീനിനെ കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ പറ. നിങ്ങൾക്ക് മീനെ കിട്ടണ ദൈവം തമ്പുരാൻ പറയണം. ദൈവം പറഞ്ഞാൽ കിട്ടും, ആർക്കും തടയാൻ ഒക്കത്തില്ല. വലുത് ഭാഗത്തോട്ട് വീശിക്കോളാൻ പറഞ്ഞു. വീശി എന്തോ പെരുത്ത മീൻകൂട്ടം. മീനോടെല്ലാം പറഞ്ഞു ഓടിച്ച് നിന്നോളാൻ പറഞ്ഞു. റെഡിയായിട്ട് നിൽക്കുക. പത്രോസിന്റെ വലക്കകത്ത് കയറാൻ വേണ്ടി മീനെല്ലാം വലിയ വമ്പൻ മത്സ്യങ്ങൾ എല്ലാവരോടും കൂടി 12 പേരും കൂടെ വലിച്ചു കയറ്റി വരുന്നു. പെരുത്ത മീൻകൂട്ടം. നീ തോറ്റ സ്ഥലത്ത്, നീ പരാജയപ്പെട്ട സ്ഥലത്ത്, ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന് വിധി എഴുതിയ സ്ഥലത്ത് അവന്റെ വാക്കിന് നീ വലയിറക്കുന്നെങ്കിൽ ഒരു പെരുത്ത മീൻകൂട്ടം നിന്റെ വലക്കകത്ത് കയറി വരാൻ പോവിയ. നിന്റെ ശൂന്യമായ വലയും ശൂന്യമായ പടകവും ശൂന്യമായ ഭവനവും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സമൃദ്ധിയിലേക്ക് ദൈവം നിന്നെ നടത്താൻ പോവുക. ഈ സമൃദ്ധി കാണുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ഞാൻ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും യേശുവിൻ പിന്നാലെ ഞാൻ